രാത്രിയിൽ ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാനായിട്ട് എഴുന്നേൽക്കുക. മൂത്രമൊഴിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ചെറിയൊരു തടസ്സം പോലെ ഹെസിറ്റൻസി ഉണ്ടാവുക. മൂത്രം ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം മൂത്രസഞ്ചിയിൽ മൂത്രം ബാക്കി നിൽക്കുന്ന പോലൊരു തോന്നൽ, മൂത്രത്തിൻ്റെ ഫ്ലോ നഷ്ടപ്പെടുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് നിന്ന് മൂത്രമൊഴിക്കേണ്ട ഒരു അവസ്ഥ വേണ്ടി വരിക. ഇതൊക്കെ 50 കഴിഞ്ഞ പുരുഷന്മാരിൽ വളരെ സർവ്വസാധാരണമായിട്ടാണ് കണ്ടുവരുന്നത്. എന്നാൽ ഇത് പ്രായത്തിൻ്റെ പേരിൽ പലരും അത് അവഗണിക്കാറുമുണ്ട്. പ്രായമായതുകൊണ്ടാവാം, ഹോർമോണിലോ അല്ലെങ്കിൽ നമ്മുടെ ശരീരം വീക്കായതുകൊണ്ടാവാം എന്ന് അവഗണിക്കാറുണ്ട്. എന്നാൽ ഇത് പലപ്പോഴും BPH എന്ന് പറയുന്ന നമ്മുടെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം, പുരുഷന്മാരിലെ ഈ ഒരു പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കത്തിൻ്റെ അടയാളമായിട്ടാണ് ഇത് കാണുന്നത്. BPH എന്ന് പറയും, ബിനൈൻ പ്രോസ്റ്റേറ്റ് ഹൈപ്പർപ്ലേഷ്യ. ഇത് പലർക്കും സംശയം വരുന്നത്, ഇത് ക്യാൻസർ ആണോ, ഇത് ചികിത്സിക്കാൻ പറ്റുമോ, ഇത് മറ്റ് അവയവങ്ങളിലേക്ക് സ്പ്രെഡ് ആവും, ഇങ്ങനെ പല പേടിയുമുണ്ട്. അപ്പോൾ ഇതിൽ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്ന് വെച്ചാൽ എന്താണ്, അതിൻ്റെ വീക്കം അല്ലെങ്കിൽ ഈ BPH എന്ന് പറയുന്ന ഹൈപ്പർപ്ലേഷ്യ, ഇതും പ്രോസ്റ്റേറ്റ് ക്യാൻസറും തമ്മിൽ എന്താണ് വ്യത്യാസം, എങ്ങനെ നമുക്ക് മുന്നേ തന്നെ ചില ബ്ലഡ് ടെസ്റ്റോ സ്കാനോ എന്തൊക്കെ ടെസ്റ്റുകളാണ് അത് എടുക്കേണ്ടത്, ഇത് ചികിത്സിച്ച് മാറ്റാൻ പറ്റുമോ, സർജറിയുടെ ആവശ്യമുണ്ടോ എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ ടോക്ക്. ഇത് നിങ്ങളുടെ ഡോക്ടർ ജുമാന ഹസീനി ജി, ഡോക്ടർ ജുമാനാസ് ഹോമിയോ കെയർ, വള്ളിയോട്, വടക്കഞ്ചേരി, പാലക്കാട്. ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്ന് പറയുന്നത് പുരുഷന്മാരിൽ മൂത്രസഞ്ചിക്ക് താഴെയായിട്ട് ഒരു മൂത്രനാളത്തിൻ്റെ ആ ഒരു പുറകിലായിട്ട് വരുന്ന ചെറിയൊരു ഗ്രന്ഥിയാണ് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്ന് പറയുന്നത്. ഇത് മെയിൽ സെക്ഷുവൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതായത് സെമൻ്റെ ആ ഒരു ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന ഒന്നാണ്. ഇതിൻ്റെ ആ ഒരു വലിപ്പം എന്ന് പറയുന്നത് പ്രായം കൂടുന്തോറും ഇതിൻ്റെ വലിപ്പം ചെറിയ തോതിൽ കൂടി വരുന്നുണ്ടാവും. ഇതിൽ 50 കഴിഞ്ഞ അല്ലെങ്കിൽ 40 കഴിഞ്ഞവരിലാണ് കൂടുതലായിട്ടും ഈ BPH എന്ന് പറയുന്ന പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം കണ്ടുവരുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ലക്ഷണം എന്ന് പറയുന്നത് മൂത്രം പിടിച്ചു വെക്കാൻ പറ്റാത്ത അവസ്ഥ. ഇപ്പോൾ എവിടെയെങ്കിലും ഒരു യാത്രയിൽ പോകുന്ന ടൈമിൽ മൂത്രം പിടിച്ചു വെക്കാൻ പറ്റാത്ത അവസ്ഥ, അറിയാതെ തന്നെ മൂത്രം ലീക്കായി പോവുക, രാത്രിയിൽ ഉറക്കത്തിൽ ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാനായിട്ട് എഴുന്നേൽക്കുക, മൂത്രം ഒഴിക്കാൻ തുടങ്ങുന്ന ടൈമിൽ ചെറിയൊരു തടസ്സം പോലെ, കംപ്ലീറ്റ് ആയിട്ട് വരാത്ത പോലെ ഒരു തോന്നൽ, ഇടയ്ക്കിടയ്ക്ക് ഇൻട്രപ്റ്റഡ് ആയിട്ടുള്ള ഫ്ലോ, നിർത്തി മൂത്രം ഒഴിക്കേണ്ട ഒരു അവസ്ഥ, ഇതൊക്കെ തന്നെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം അതിൻ്റെ ഒരു ലക്ഷണമാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യാനായിട്ട് പറ്റുക? രക്തപരിശോധനയിൽ പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ PSA ബ്ലഡ് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഡിജിറ്റൽ റെക്ടൽ എക്സാമിനേഷൻ എന്ന് പറയും. മെയിൽ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്ത് കഴിയുമ്പോൾ അവർ ദഹനനാളത്തിൻ്റെ ലാസ്റ്റ് പോർഷനായിട്ടുള്ള റെക്ടം ഏനസ് വഴി അവർ വിരലുകൾ കൊണ്ട് തൊട്ടുനോക്കി ഡിജിറ്റൽ റെക്ടൽ എക്സാമിൻ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കമുണ്ടോ എന്താ എന്നുള്ളത് അറിയാനായിട്ട് പറ്റും. അതേപോലെ തന്നെ അൾട്രാസോണോഗ്രഫി, നമ്മൾ USG എന്ന് പറയും. USG എടുത്തു കഴിഞ്ഞാൽ പ്രോസ്റ്റേറ്റ് ബ്ലാഡർ, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയും ബ്ലാഡർ മൂത്രസഞ്ചി, ഇത് രണ്ടും കൂടെ അൾട്രാസൗണ്ട് എടുത്തു കഴിഞ്ഞാൽ അതിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ആ ഒരു വോള്യം എത്രയാണ്, അതിൻ്റെ സൈസ് കൂടിയിട്ടുണ്ടോ എന്താണെന്നൊക്കെ ഉള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും. ഇത് 40 കഴിഞ്ഞ പുരുഷന്മാരിൽ കണ്ടുവരുന്നതാണ്. എന്നാൽ ഇത് എങ്ങനെയാണ് അവരുടെ ജീവിതത്തിനെ എഫക്റ്റ് ചെയ്യുന്നത്? ചിലരിൽ അവരുടെ ലൈംഗിക ജീവിതത്തിനെ ബാധിക്കുന്നുണ്ട്. കാരണം ലൈംഗിക താല്പര്യക്കുറവ് ഈ ഒരു പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം കാരണം കണ്ടുവരുന്നുണ്ട്. ഇനി ഇതിന് തന്നെ മെഡിസിൻസ് എടുക്കുന്നവർ, ഈ BPHൻ്റെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം കുറയ്ക്കാനായിട്ട് അല്ലെങ്കിൽ മൂത്രത്തിൻ്റെ ആ ഒരു ഫ്ലോ കൂട്ടാനായിട്ട് മെഡിസിൻ എടുക്കുന്നവർ, അതിൻ്റെ ഒരു സൈഡ് ഇഫക്റ്റ് എന്ന് പറയുന്നത് വീര്യം അല്ലെങ്കിൽ ഈ ഒരു സെമൻ പുറത്തോട്ട് വരാതെ അത് ബാക്ക് ഫ്ലോ ആവുന്ന അവസ്ഥ, അതേപോലെ ലൈംഗിക താല്പര്യക്കുറവ്, ഇത് രണ്ടും മെഡിസിൻ്റെ സൈഡ് ഇഫക്റ്റായിട്ടും ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കത്തിൻ്റെ ആ ഒരു ഭാഗമായിട്ടും കണ്ടുവരാറുണ്ട്. ഒട്ടുമിക്ക പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കമും 80-90% വീക്കവും അത് ക്യാൻസർ അല്ല, അത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ബിനൈൻ ആയിട്ടുള്ള ഗ്രോത്താണ്. അതായത് മറ്റ് അവയവങ്ങളിലേക്കൊന്നും സ്പ്രെഡ് ആവാതെ ആ അവയവത്തോട് മാത്രം ആ വീക്കം നിൽക്കുന്ന ഒന്നാണ്. അത് ക്യാൻസർ അല്ല, അത് പടരുന്ന ഒന്നല്ല, അത് പേടിക്കേണ്ടതുമില്ല. എന്നാൽ തക്കതായ ടൈമിൽ അതിനെ ചികിത്സ തേടിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രീക്വൻ്റ് ആയിട്ട് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാവുക. കാരണം ഇങ്ങനെയുള്ളവരിൽ മൂത്രം പിടിച്ചു വെക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, അല്ലെങ്കിൽ മൂത്രം കംപ്ലീറ്റ് പോവാതെ പോസ്റ്റ് വോയിഡൽ യൂറിൻ എന്ന് പറയും. അതായത് ബ്ലാഡറിൽ
മൂത്രം ഒഴിച്ചതിന് ശേഷം ബ്ലാഡറിൽ യൂറിൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുമ്പോൾ ഈ BPH ഉള്ളവരിൽ പലപ്പോഴും ഈ ഒരു പോസ്റ്റ് വോയിഡൽ യൂറിൻ കാണപ്പെടും. അപ്പം അങ്ങനെയുള്ള സമയത്ത് അതിൽ ബാക്ടീരിയകളുടെ വളർച്ച കൂടാനും അത് ഫ്രീക്വൻ്റ് ആയിട്ട് മൂത്രനാളിയിലെ ഇൻഫെക്ഷൻ ഉണ്ടാവുക, അത് കിഡ്നീനെ സാരമായിട്ട് ബാധിക്കുക, ഇങ്ങനെയൊക്കെ ഒരു കണ്ടീഷനിൽ കിഡ്നിയിലെ നീർക്കെട്ട് ഇതിനൊക്കെ ഒരു കാരണമായിട്ട് മാറിയേക്കും. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ തന്നെ ഇത് ചികിത്സിച്ച് മാറ്റുകയാണ് എന്നുണ്ടെങ്കിൽ സർജറിയുടെ ഒരു ആവശ്യവും ഇതിനില്ല. അതേപോലെ ഇതിൻ്റെ യൂറിൻ ഔട്ട്പുട്ട്, യൂറോഫ്ലോമെട്രി എന്ന് പറയും, യൂറിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണെന്നുള്ളതും കൂടെ ടെസ്റ്റ് ചെയ്ത് നമ്മൾ ഇതുപോലെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കമുണ്ടോ എന്താണെന്നുള്ളത് കൺഫേം ചെയ്യാറുണ്ട്. ഇത് 40 കഴിഞ്ഞ് 50 കഴിഞ്ഞ പുരുഷന്മാരിൽ ആണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. എന്നാൽ ചെറുപ്പത്തിൽ തന്നെ പുരുഷന്മാരിൽ ചെറുപ്പത്തിൽ തന്നെ അല്ലെങ്കിൽ ആൺകുട്ടികൾ കൂടുതലായിട്ടും മൂത്രം ഒഴിക്കാൻ തോന്നിയതിന് ശേഷം പിടിച്ചു വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഭാവിയിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കത്തിന് ചില ഭക്ഷണങ്ങൾ കുറച്ച് ഇഫക്റ്റീവാണ്. തക്കാളി വളരെ നല്ലതാണ്. മിതമായ രീതിയിൽ ചെറുമത്സ്യങ്ങളും വളരെയധികം ഇഫക്റ്റീവാണ്. പച്ചക്കറികൾ, ഇലക്കറികൾ ഇതെല്ലാം തന്നെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ആ വീക്കം കുറയ്ക്കാനായിട്ട് വളരെ സഹായകരമാവുന്ന ഒന്നാണ്. ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം ഇത് വരാനായിട്ട് എന്താണ് കാരണം? അതിൽ പലരും ചോദിക്കുന്ന ചോദ്യമാണ്, എന്തുകൊണ്ടാണ് ഇത് എനിക്ക് വന്നത് എന്ന് പറഞ്ഞു. ഫാമിലി ഹിസ്റ്ററി, അതായത് കുടുംബത്തിൽ വേറെ ആർക്കെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ചലനക്കുറവ്, അതായത് നമ്മൾ അധികം എക്സസൈസ് ചെയ്യാതിരിക്കുക, എപ്പോഴും ഒരേ സ്ഥലത്ത് ഇരുന്ന് കൂടുന്ന ടൈപ്പ്, BP, ഷുഗർ ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം വരാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. ഇതിൻ്റെ ലക്ഷണം ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ മൂത്രം ഒഴിക്കാൻ തുടങ്ങുമ്പോഴുള്ള ബുദ്ധിമുട്ട്, അതേപോലെ ഒഴിച്ചതിന് ശേഷം ബാക്കിയുള്ള പോലെ അതിൻ്റെ ഫ്ലോ നഷ്ടപ്പെടുക, ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ എപ്പോഴാണ് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടത്? മൂത്രം പിടിച്ചു നിൽക്കുന്ന അവസ്ഥ പലപ്പോഴായി കണ്ടുവരുന്നുണ്ട്, അല്ലെങ്കിൽ അടിവയറ് വേദന ഇടയ്ക്കിടയ്ക്ക് അനുഭവപ്പെടുന്നുണ്ട്, ഇനി മൂത്രം ഒഴിക്കുമ്പോൾ അതിൽ രക്താണുക്കൾ കണ്ടുവരുന്നു, രക്തം ചോരുന്ന പോലെ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ഫിസിഷ്യനെ കൺസൾട്ട് ചെയ്യേണ്ടത്, ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടത് വളരെയധികം ആവശ്യമുള്ള ഒരു കാര്യമാണ്. അതേപോലെ മൂത്രം പോകുന്നത് പൂർണ്ണമായിട്ടും നിലനിൽക്കുക, ഒട്ടും തന്നെ മൂത്രത്തിൻ്റെ ആ ഒരു ഫ്ലോ ഇല്ലാതിരിക്കുക, ഇതും ഈ ലക്ഷണങ്ങളൊക്കെ തീർച്ചയായിട്ടും ഉടനടി ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ചികിത്സിക്കേണ്ടത് വളരെയധികം ആവശ്യമാണ്. അപ്പോൾ ഇത് തുടക്കത്തിൽ തന്നെ കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇത് സർജറി ഇല്ലാതെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇനി ഇത് എപ്പോഴാണ് ഇത് ക്യാൻസർ ആണോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാനായിട്ട് പറ്റും? ക്യാൻസറിൻ്റെ ചില ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഇതേപോലെ PSA ടെസ്റ്റ് നമുക്ക്, അതായത് പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ ടെസ്റ്റ് എടുക്കാൻ പറ്റും. ഇതിൻ്റെ കൂടെ തന്നെ ഇത് മറ്റ് അവയവങ്ങളിലോട്ട് ഇത് സ്പ്രെഡായിട്ടുണ്ടാവാം, ശരീരത്തിൽ കൂടുതലായിട്ട് ഭാരം കുറയുക, ഹീമോഗ്ലോബിന് രക്തക്കുറവ് ഉണ്ടാവുക, ക്ഷീണം അമിതമായിട്ട് അനുഭവപ്പെടുക, ഇതൊക്കെ കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത് പ്രോസ്റ്റേറ്റിൻ്റെ ക്യാൻസറിൻ്റെ ഒരു ലക്ഷണമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇത് 10% മാത്രമേ ഇതിന് ചാൻസ് ഉള്ളൂ. എന്നാൽ 90%, 80 മുതൽ 90% ആളുകൾക്കും ഇത് BPH എന്ന് പറയുന്ന ബിനൈനാണ്, വളർച്ച അതിലോട്ട് മാത്രം നിൽക്കുന്ന ക്യാൻസർ അല്ലാത്ത ടൈപ്പിലുള്ളതാണ് അധികവും കണ്ടുവരുന്നത്. ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കമുള്ളവർ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അമിതമായിട്ടുള്ള കോഫി അല്ലെങ്കിൽ കഫെയിൻ കണ്ടൻറ്റ്, അതേപോലെ തന്നെ രാത്രി കാലങ്ങളിൽ കൂടുതലായിട്ടും വെള്ളം കുടിക്കുക, 6 മണിക്ക് ശേഷം വെള്ളം കൂടുതലായിട്ട് കുടിക്കുന്നത് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അമിത മസാല, ആൽക്കഹോൾ ഇതൊക്കെ സ്ട്രിക്റ്റായിട്ടും ഒഴിവാക്കേണ്ട കാര്യങ്ങളാണ്. ഇത് വീട്ടിൽ തന്നെ ശരിയാക്കാൻ പറ്റുന്ന ഒന്നല്ല, എന്നാൽ നമ്മുടെ മരുന്നുകളുടെ കൂടെ തന്നെ വീട്ടിൽ തന്നെ ചില കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. പെൽവിക് ഫ്ലോർ എക്സസൈസ് നല്ലതാണ്, അതേപോലെ നടത്തം, അമിതവണ്ണം കൺട്രോൾ ചെയ്യുക, അതേപോലെ തന്നെ BP കൺട്രോളായിട്ട് വയ്ക്കുക. ഇതെല്ലാം മരുന്നുകളുടെ കൂടെ ഈ ഒരു ടിപ്സും കൂടെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സർജറി ഒന്നും ഇല്ലാതെ തന്നെ തീർച്ചയായിട്ടും ഈ ഒരു പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം കുറയ്ക്കാനായിട്ട് പറ്റും. ഇത് ഒരിക്കൽ വന്നവർക്ക് പിന്നെയും വരാൻ സാധ്യതയുണ്ടോ എന്ന് പലർക്കും സംശയം തോന്നാറുണ്ട്. തീർച്ചയായിട്ടും ഒരിക്കൽ വന്നവർക്ക് പിന്നെയും വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ അളവ്, രാത്രി വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് പരമാവധി കുറയ്ക്കാനും, അതേപോലെ ഷുഗർ, BP ഇതൊക്കെ കൺട്രോളിൽ കൊണ്ടുവരാനായിട്ടും ശ്രദ്ധിക്കാം. മൂത്രം ഒഴിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ അപ്പം തന്നെ അത് ഒഴിക്കണം. അത് പിടിച്ചു വെക്കുന്നത്, കൂടുതൽ നേരം പിടിച്ചു വെക്കുന്നതും ഇതുപോലെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കത്തിന് ഒരു കാരണമാകുന്നുണ്ട്. അപ്പോൾ BPH അല്ലെങ്കിൽ ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർപ്ലേഷ്യ, ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ താഴെ തന്നിട്ടുള്ള ഈ ഒരു വാട്സപ്പ് നമ്പറിൽ എന്നെ ബന്ധപ്പെടാം. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ഇത് നിങ്ങളുടെ ഡോക്ടർ ജുമാന ഹസീൻ AG, ഡോക്ടർ ജുമാനാസ് ഹോമിയോ കെയർ, വള്ളിയോട്, പാലക്കാട്.